ഒരൊറ്റ പ്രിപ്പറേഷനിലൂടെ ഈ 3 എക്സാമുകളിലെയും വിവിധ കാറ്റഗറികളിൽ എഴുതിയെടുക്കാൻ പാകത്തിന് നിങ്ങളെ സജ്ജരാക്കുകയാണ് ട്രിപ്ലറ്റ് സീരീസിലൂടെ. 10, 20, 30 ഒക്ടോബർ 10, 20, 30 ദിവസങ്ങളിലായിട്ട് തീയതികളിലായിട്ട് നടക്കുന്ന എക്സാംസ് അറ്റൻഡ് ചെയ്ത് അതിൽ ടോപ്പ് സ്കോർ നേടാൻ സാധിച്ചാൽ എൻട്രിയുടെ ട്രിപ്ലറ്റ് സീരീസ് തുടങ്ങുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞല്ലോ. എന്തിനാണ് ഈ ട്രിപ്ലറ്റ് സീരീസ്? അതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സീറ്റെറ്റ്, സെറ്റ്, കേറ്ററ്റ് ഈ എക്സാമുകളിലായിട്ട് പല കാറ്റഗറികളിൽ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ 3 എക്സാമുകളിലും ഒരുപാട് ടോപ്പിക്ക് നമുക്ക് പൊതുവായിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കുന്നവയുണ്ട്. അത്തരത്തിലുള്ള ടോപ്പിക്കുകളെല്ലാം കൂടി ഒന്നിച്ച് ചേർത്തുകൊണ്ട് ഒരൊറ്റ പ്രിപ്പറേഷനിലൂടെ ഈ 3 എക്സാമുകളിലെയും വിവിധ കാറ്റഗറികളിൽ എഴുതിയെടുക്കാൻ പാകത്തിന് നിങ്ങളെ സജ്ജരാക്കുകയാണ് ട്രിപ്ലറ്റ് സീരീസിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. അറിവ് നേടുന്നതിനോടൊപ്പം സമ്മാനങ്ങൾ നേടാനുള്ള അവസരം ഈ സീരീസിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനലിലൂടെ, എൻട്രിയുടെ ടീച്ചിങ് യൂട്യൂബ് ചാനലിലൂടെ ആയിരിക്കും ഇതിൻ്റെ അപ്ഡേഷൻസ് എല്ലാം നിങ്ങൾക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സീറ്റെറ്റ്, സെറ്റ്, കേറ്ററ്റ് എക്സാമുകളെ ഒന്ന് കമ്പയർ ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇതിൽ സിലബസ് നോക്കിയാൽ അറിയാം, ഓരോന്നിനെക്കുറിച്ചും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു പക്ഷേ ഒരുപാട് കമ്പാരിസൺ അതിനകത്ത് നമുക്ക് നടത്താനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇപ്പോൾ ഇതിനകത്ത് 3 എക്സാമുകളിൽ ഒരാൾക്ക് തന്നെ 5 കാറ്റഗറികൾ എഴുതാനുള്ള അവസരമുണ്ട്. അല്ലെങ്കിൽ ഒരൊറ്റ പ്രിപ്പറേഷനിൽ 5 എക്സാം വരെ ക്രാക്ക് ചെയ്യാൻ ഒരു ബി എഡുകാരനോ അല്ലെങ്കിൽ 4 എക്സാം വരെ ക്രാക്ക് ചെയ്യാൻ ഡി എൽഡുകാരനോ ഒക്കെയുള്ള സാധ്യതകളുണ്ട്. എങ്ങനെയാണ് എന്ന് വ്യക്തമായിട്ട് പറയാം. അതായത് നമുക്ക് ഓരോ കാറ്റഗറി, ഓരോ എക്സാമുകളെ വെച്ചിട്ട് ഇവിടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. കേറ്ററ്റ് കാറ്റഗറി 1-നകത്ത് നമുക്ക് സൈക്കോളജിയുടെ 30 മാർക്ക്, അതേപോലെ പെഡഗോഗിയുടെ 20 മാർക്ക്, ഇംഗ്ലീഷിൻ്റെ 30 മാർക്ക്, അങ്ങനെ ചോദിക്കുന്ന 150-ൽ 80 മാർക്ക് മറ്റ് കാറ്റഗറികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതേ മാർക്ക് അവിടെ കിടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അത്ര തന്നെ ഡിസ്ട്രിബ്യൂഷൻ എല്ലായിടത്തും ഈക്വലി ഉള്ളതായിട്ട് കാണാൻ പറ്റും. മനസ്സിലായില്ലെങ്കിൽ കാറ്റഗറി 2 നമുക്ക് നോക്കാം. അവിടെയും സൈക്കോളജിയിൽ നിന്ന് 30 മാർക്ക്, പെഡഗോഗിയിൽ നിന്ന് 20 മാർക്ക്, ഇംഗ്ലീഷിൽ നിന്ന് 30 മാർക്ക്, 150-ൽ 80 മാർക്ക്. ഇവിടെ കണ്ടത് തന്നെയാണ് നിങ്ങൾ അവിടെയും കാണുന്നത്. ഇനി കേറ്ററ്റ് കാറ്റഗറി 3-ലേക്ക് പോയാൽ അവിടെ നിങ്ങൾക്ക് കുറച്ചുകൂടി ബോണസാണ്. അതായത് ഈ ഒരു ഒറ്റ പ്രിപ്പറേഷനിൽ നിന്ന് കിട്ടുന്ന സൈക്കോളജി 40 മാർക്ക്, പെഡഗോഗി 30 മാർക്ക്, ഇംഗ്ലീഷ് 30 മാർക്ക്, അങ്ങനെ 150-ൽ 100 മാർക്ക് വരെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ കോമൺ ടോപ്പിക്സ് പഠിച്ചു പോയാൽ. അതുപോലെ തന്നെ കേറ്ററ്റ് കാറ്റഗറി 4-ലേക്ക് വന്നു കഴിഞ്ഞാൽ എഗെയിൻ സൈക്കോളജിയിൽ 40 മാർക്ക്, പെഡഗോഗിയിൽ 30 മാർക്ക്, ഇംഗ്ലീഷിൽ 30 മാർക്ക്, 150-ൽ 100 മാർക്ക് അവിടെയും സ്കോർ ചെയ്യാനുള്ള സാധ്യത നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അടുത്ത് നോക്കൂ, സീറ്ററ്റിൻ്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ കേറ്ററ്റിൻ്റെ 4 കാറ്റഗറി കണ്ടു. സീറ്ററ്റിലും സമാനമായി എന്താണോ നിങ്ങൾ കേറ്ററ്റ് കാറ്റഗറി 1-ൽ കാണുന്നത് എക്സാക്ട്ലി സെയിം സിലബസ് ആണ് സീറ്ററ്റ് 1-നകത്തുള്ളത്. സൈക്കോളജി 30 മാർക്ക്, പെഡഗോഗി 20 മാർക്ക്, ഇംഗ്ലീഷ് 30 മാർക്ക്, അങ്ങനെ 150 മാർക്കിൽ 80 മാർക്ക് ഇതേ ടോപ്പിക്ക് തന്നെയാണ് അവിടെയും വരുന്നത്. ഇനി സീറ്ററ്റിൻ്റെ പേപ്പർ 2-ലേക്ക് നോക്കിയാൽ കേറ്ററ്റ് 2-ൽ നിങ്ങൾ എന്താണോ കണ്ടത് എക്സാക്ട്ലി സെയിം ആണ് സീറ്ററ്റിൻ്റെ കാറ്റഗറി 2-നകത്തുള്ളത്. സൈക്കോളജിയിൽ നിന്ന് 30 മാർക്ക്, പെഡഗോഗിയിൽ നിന്ന് 20 മാർക്ക്, ഇംഗ്ലീഷിൽ നിന്ന് 30 മാർക്ക്, 150-ൽ 80 മാർക്ക് അവിടെയും നിങ്ങൾക്ക് ചോദിക്കുന്നത് കാണാൻ പറ്റും. ഇനി നമ്മുടെ സ്വന്തം സെറ്റിലേക്ക് വന്നു കഴിഞ്ഞാലോ, സെറ്റിനകത്ത് 60 മാർക്ക് എഡ്യൂക്കേഷൻ്റെ കണ്ടൻറ്റാണ്. അതിൽ സൈക്കോളജി ഉണ്ട്, റിസർച്ച് ഉണ്ട്, ഫിലോസഫി ഉണ്ട്, അങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ട് ഒരു 60 മാർക്ക് എഡ്യൂക്കേഷൻ കണ്ടൻറ്റാണ്. ഇംഗ്ലീഷിൻ്റെ 7 ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് ഒരു തവണത്തെ സെറ്റ് എക്സാമിനകത്ത് കാണാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെ നോക്കിയാൽ 120-ൻ്റെ ജനറൽ പേപ്പറിൽ, സെറ്റിൻ്റെ പേപ്പർ 1 ജനറൽ പേപ്പറിൽ 120-ൽ 67 മാർക്ക് നിങ്ങൾ ഈ പഠിക്കുന്ന കോമൺ ടോപ്പിക്സിനകത്ത് നിന്ന് തന്നെയാണ് വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ സെറ്റിൻ്റെ ലെവലിലുള്ള ഈ 67 മാർക്കിൻ്റെ കണ്ടൻറ്റ് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് അതിന് മുകളിൽ കൊടുത്തിരിക്കുന്ന ഏത് എക്സാംസും ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതായത് ഒരൊറ്റ പ്രിപ്പറേഷൻ അതിൽ ഇപ്പോൾ നമുക്കറിയാം സൈക്കോളജിയിലെ പിയാഷെ, ബ്രൂണർ, വൈഗോസ്കി, സ്കിന്നർ ഒന്നും ഇല്ലാത്ത ഏതെങ്കിലും ഒരു എക്സാം ഉണ്ടാവുമോ? അതേപോലെ ടീച്ചിങ് മെത്തഡോളജിയിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ മൈക്രോ ടീച്ചിങ്, അതുപോലെ തന്നെ ടാക്സോണമി, അത്തരത്തിൽ ടീച്ചിങ് മെത്തേഡ്സ്, പല ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ടീച്ചിങ് മെത്തേഡ്സ്, പെഡഗോഗിലെ കുറേ ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ എല്ലാ കാറ്റഗറികളിലും സെറ്റ് വരെയുള്ള എക്സാമുകളിൽ ഒരേപോലെ ചോദിക്കുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെയാണ് ഇംഗ്ലീഷ്, ബേസിക് ഇംഗ്ലീഷ്. ഇതേപോലെ നിങ്ങൾക്ക് മലയാളമോ അല്ലെങ്കിൽ സയൻസോ സോഷ്യൽ സയൻസോ ഒക്കെ കാണാൻ പറ്റും. ബട്ട് സ്റ്റിൽ എല്ലാ കാറ്റഗറികളിലും കോമൺ ആയി കാണുന്ന 3 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മുടെ എഡ്യൂക്കേഷൻ കണ്ടൻ്റ് ആയിട്ടുള്ള. അതിൽ തന്നെ പ്രധാനമായിട്ട് സൈക്കോളജി, അതേപോലെ പെഡഗോഗി, ദെൻ ഇംഗ്ലീഷ്. ഈ 3 കാര്യങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് എൻട്രിയുടെ ട്രിപ്ലറ്റ് സീരീസിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് മുമ്പിലേക്ക് ക്ലാസ്സുകൾ വരികയാണ്. ഈ ക്ലാസ്സുകൾ ലീഡ് ചെയ്യുന്നത് നാസിം സാറും രഞ്ജിത്ത് സാറും ഞാനും ചേർന്നിട്ടായിരിക്കും. അപ്പോൾ ഈ ക്ലാസ്സുകൾ കണ്ട ശേഷം 10, 20, 30 ഒക്ടോബർ 10, 20, 30 ദിവസങ്ങളിലായിട്ട് തീയതികളിലായിട്ട് നടക്കുന്ന എക്സാംസ് അറ്റൻഡ് ചെയ്ത് അതിൽ ടോപ്പ് സ്കോർ നേടാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ആമസോൺ വൗച്ചറും എൻട്രിയുടെ ടെറ്റ് കോഴ്സുകളും അടക്കമുള്ള ഒരുപാട് സമ്മാനങ്ങൾ നേടാനുള്ള സാധ്യത കൂടി തുറന്നു വരികയാണ്.
അപ്പോൾ ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് എല്ലാ എക്സാംസും ക്രാക്ക് ചെയ്യുകയും ചെയ്യാം, അതിനൊപ്പം സമ്മാനങ്ങൾ നേടാം. ഇത് BEd DEd പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വലിയ സാധ്യത മുന്നിൽ തുറന്നു തരുന്ന ഒരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും ചേർന്നിട്ട് ഒന്നിച്ച് ഒറ്റ ഫോഴ്സായിട്ട് നിന്നുകൊണ്ട് ഒറ്റ പ്രിപ്പറേഷനോടുകൂടി 5 എക്സാംസും ക്രാക്ക് ചെയ്യാം. ഏതാ ഈ 5 എക്സാം? ഒരു BEdകാരനെ സംബന്ധിച്ച് അയാൾക്ക് കേറ്ററ്റ് കാറ്റഗറി 2 എഴുതാൻ പറ്റും, കേറ്ററ്റ് കാറ്റഗറി 3 എഴുതാൻ പറ്റും. അതേപോലെ തന്നെ CTET 1 എഴുതാം. പക്ഷേ CTET 1 എഴുതിയാലും CTET 2 ആണ് നിങ്ങൾ നേടേണ്ടത് എന്നുകൂടി മനസ്സിലാക്കുക. ദെൻ സെറ്റ് എഴുതാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ 5 എക്സാം വരെ ഒരു BEdകാരന് എഴുതാൻ പറ്റും. ഇനി ഒരു DEdകാരനാണ് നിങ്ങളെങ്കിലോ കേറ്ററ്റ് 1 എഴുതാം, കേറ്ററ്റ് 2 എഴുതാം. അതേപോലെ തന്നെ നമുക്ക് CTET 1ഉം CTET 2ഉം നിങ്ങൾക്ക് എഴുതാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ 4 എക്സാം വരെ നിങ്ങൾക്ക് ഇത് ഈ ഒറ്റ പ്രിപ്പറേഷനിൽ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാ എക്സാമുകളും ചോദിച്ചിട്ടുള്ള കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലൂടെയും ആ ക്വസ്റ്റ്യൻസിൽ നിന്ന് ആ കണ്ടന്റിനെ വളരെ വിശദമായി ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ്സുകളായിരിക്കും എൻട്രിയുടെ ടീച്ചിങ് യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നത്. സോ ഈ ക്ലാസ്സുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ആ ക്ലാസ്സുകളെ ബേസ് ചെയ്തിട്ടുള്ള എക്സാംസ് ആയിരിക്കും ഇതിന് ശേഷം നമ്മൾ 3 ദിവസങ്ങളായിട്ട് നടത്തുന്നത്. അതിൽ ടോപ്പ് ആവുക, മികച്ച സ്കോറോടുകൂടി വരുന്ന ആളുകൾക്ക് ഇഷ്ടംപോലെ സമ്മാനങ്ങൾ കാത്തിരിക്കുന്നു. സോ ഏറ്റവും രസകരമായിട്ട് എൻ്റർടൈൻഡ് ആയിട്ട് പഠിക്കുക, ഫോളോ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. നന്ദി.